തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 5 പേർ റിമാൻഡിൽ. മരണപ്പെട്ട പുറത്തൂർ കാട്ടിലപ്പള്ളി സ്വദേശി തുഫൈലിന്റെ മൃതദേഹം വൻജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 തിരൂരിൽ നിന്ന് കൊണ്ടുപോയ പ്രതികളെ പരപ്പനങ്ങാടി മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളെ തിരൂരിൽ നിന്ന് കൊണ്ടുപോകുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു. മുഖ്യപ്രതി കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായിന്റെ പുരയ്ക്കൽ ഫർഷാദ്, സഹോദരങ്ങളായ ഫാസിൽ, ഫഹദ്, ഇവരുടെ സുഹൃത്തുക്കളായ അഹമ്മദ് കടവത്ത്, അൽ-അമീൻ, പരീക്കുട്ടീന്റെ പുരയ്ക്കൽ സഫ്വാൻ എന്നിവരാണ് റിമാൻഡിലായത്. മുഖ്യപ്രതി ഫർഷാദിന്റെ മറ്റൊരു സഹോദരനായ ഫവാസ് ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ കൂടി പിടിയിലായാൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് കൊലക്കേസിൽ ജയിലിലാകുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ തുഫൈലിന്റെ മൃതദേഹം വൈകിട്ട് നാട്ടിലെത്തിച്ച് കാട്ടിലപ്പള്ളി ജുമാ മസ്ജിദിലാണ് കബറടക്കിയത്. വെള്ളിയാഴ്ച രാവിലെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. അറസ്റ്റിലായ പ്രതികളെല്ലാം സ്ഥിരം കേസുകളിൽ അകപ്പെടുന്നവരാണെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതക ശ്രമം, അടിപിടി, വഞ്ചനാ കേസുകൾ തുടങ്ങി വിവിധ കേസുകൾ പ്രതികൾക്കെതിരെ നിലവിലുണ്ട്. മലപ്പുറം ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിലെ സ്റ്റേഷനുകളിലും ഇവരിൽ പലരും പ്രതികളാണ്. സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെട്ട മുഖ്യപ്രതി ഫർഷാദിനെ വെള്ളിയാഴ്ച രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട 27-കാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു. വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫൈലിന് കുത്തേറ്റത്. കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. റോഡരികിൽ വെച്ച് വാക്കുതർക്കമുണ്ടായതിനിടെ പ്രതികൾ കുത്തി പരിക്കേൽപ്പിക്കുകയും രക്ഷപ്പെടുകയുമായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫാസിൽ, ഫഹദ്, അൽ-അമീൻ, സഫ്വാൻ എന്നിവരെ പോലീസ് പിടികൂടിയതാണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച രാവിലെ ഫർഷാദിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണയുടെ മേൽനോട്ടത്തിൽ CI KJ ജനീഷ്, SI-മാരായ സുജിത്, മിഥുൻ, സീനിയർ CPO രാജേഷ്, അരുൺ, CPO-മാരായ സുജിത്, സതീഷ് കുമാർ, ധനേഷ്, ദിൽജിത്ത് എന്നിവരും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്നാണ് കേസ് അന്വേഷിക്കുന്നത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.